ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു D3 സോൺ. D3 സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. സോ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നന്നായിട്ട് ചെമ്മീൻ ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും എരിവിനനുസരിച്ച് മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ചെറുനാരങ്ങ നീരാണ്. അരമുറി ചെറുനാരങ്ങ നീരാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മസാല ചേർത്ത് 10-15 മിനിറ്റ് നമ്മൾ എടുത്ത് വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. സ്പെഷ്യലായിട്ട് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മൾ പാൻ എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, അതുപോലെ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനുണ്ടല്ലോ, അത് നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ 2 സെക്ഷനായിട്ട് വറുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏതാണ്ട് വേവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കതും ഇതും എടുത്ത് മാറ്റാം. അതിനുശേഷം ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ഉള്ളി എന്തോരം കുഞ്ഞുള്ളി ഇടുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഉള്ളി ഇല്ലാത്തവർക്ക് സബോള ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴറ്റി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് യോജിക്കുക, നന്നായിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് 3 ടേബിൾ സ്പൂൺ ഗരം മസാല, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 2 കുഞ്ഞി തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് അതിൽ കിടന്ന് വെന്ത് കിട്ടിയോളും. ഏതാണ്ട് വേവാറായപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. കുറച്ച് സമയം എടുക്കും. വെള്ളം നന്നായിട്ട് വറ്റി വരണം. എല്ലാത്തിലും മസാലയൊക്കെ നന്നായി പിടിക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം പകുതി വേവാറായപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. വെള്ളപ്പം ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് സെക്ഷൻ വഴി അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ.